സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അയില വറ്റിച്ചതുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം മീൻ മുറിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ മുളകും പുളിയും ഇട്ടത് എന്ന് പറയും. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് 10 ചെറിയ ചുവന്നുള്ളി മുറിച്ചതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്താലാണ് ഇതിന് സ്വാദുണ്ടാവുക. നല്ലതുപോലെ വഴറ്റി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതു മീനും ഇതുപോലെ വറ്റിച്ചെടുത്താൽ നല്ല സ്വാദാണ്. ചിലർക്ക് മീൻ വറ്റിച്ച് 2-3 ദിവസം വെച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പുളിയില്ലെങ്കിൽ കുടംപുളി ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് ഒരു പുളിനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നാൽ മാത്രമേ മീനിടാവൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഉപ്പുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയ ശേഷമേ മീനിടാവൂ. രണ്ട് ദിവസം വെച്ച് കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേടുവരില്ല. മീൻ പുളിയിട്ടത് ചിലർക്ക് വലിയ ഇഷ്ടമാണ്. നല്ലതുപോലെ വറ്റി വരുന്നതുവരെ വേവിച്ചെടുക്കണം. ചിലർക്ക് ചെറിയ മീൻ വറ്റിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ചെറിയ മീനായാലും വലിയ മീനായാലും ഈ രീതിയിലൊന്ന് വറ്റിച്ച് നോക്കൂ. ഇങ്ങനെ വറ്റിച്ചാൽ സൂപ്പർ സ്വാദാണ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ ഇടയ്ക്കിടെ തുറന്നു നോക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറി വറ്റി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഒഴിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.